നമസ്കാരം. 2024 ജനുവരിയോടെ രണ്ട് അധികായന്മാർ കൂടി ഇന്ത്യൻ EV സ്പേസിൽ വമ്പൻ ചൂതാട്ടത്തിനിറങ്ങാൻ പോവുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ട് കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയും ഹ്യുണ്ടൈയും അവരുടെ രണ്ട് ഏറ്റവും മികച്ച മോഡലുകൾ പുറത്തിറക്കാൻ പോവുകയാണ്. ഹ്യുണ്ടൈ ഇതിനോടകം തന്നെ ഒന്നിലേറെ EVകൾ ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് എങ്കിലും അതൊന്നും മാസ് മാർക്കറ്റ് ഉൽപ്പന്നങ്ങൾ ആയിരുന്നില്ല. EVകളുടെ കാര്യത്തിൽ മാരുതിയുടെ പേരിൽ നടക്കാനല്ല ഒപ്പം നടക്കാനാണ് ഇഷ്ടമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹ്യുണ്ടൈ അവരുടെ ഏറ്റവും മികച്ച കാറിന്റെ ഇലക്ട്രിക് പതിപ്പ് പുറത്തിറക്കാൻ തയ്യാറെടുക്കുകയാണ്. മറ്റൊന്നുമല്ല, ക്രെറ്റയുടെ ഇലക്ട്രിക് പതിപ്പാണിത്. നിലവിൽ ഹ്യുണ്ടൈ ഇന്ത്യയിൽ അയോണിക് 5 ഇലക്ട്രിക് മാത്രമാണ് പുറത്തിറക്കിക്കൊണ്ടിരുന്നത്. നേരത്തെ ഈ ഒരു കമ്പനി കോന എന്ന ഇലക്ട്രിക് കാർ മോഡലും വാഗ്ദാനം ചെയ്തിരുന്നു എങ്കിലും ഈ കാർ ഇപ്പോൾ വിൽപ്പനയ്ക്കില്ല. അയോണിക് 5 എന്നത് ഒരു പ്രീമിയം മോഡൽ ആയതിനാൽ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാക്കാത്ത തരത്തിൽ അത്രയ്ക്കും ഒന്നും അവൈലബിലിറ്റി ഇല്ലാത്തൊരു കാർ കൂടിയാണ് അയോണിക് 5. ഈ ഒരു സാഹചര്യത്തിലാണ് സമൂഹത്തിന് നാനാതുറകളിലുമുള്ള ഉപഭോക്താക്കളെ ആകർഷിക്കാനായി ക്രെറ്റയെ ഇലക്ട്രിക് കുപ്പായമണിഞ്ഞ് കൊണ്ടുവരാൻ കൊറിയക്കാർ തീരുമാനിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു കാറിന്റെ അരങ്ങേറ്റം ജനുവരി മാസത്തിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹ്യുണ്ടൈ ക്രെറ്റ EV ജനുവരിയിൽ അരങ്ങേറുമെന്ന് അടുത്തിടെ നടന്ന നിക്ഷേപക സംഗമത്തിൽ കമ്പനിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ തരുൺ ഗാർഗ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാരുതിയുടെ ഈ വിറ്റാര ഇലക്ട്രിക് SUVയും ജനുവരിയിൽ അവതരിപ്പിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരാൻ പോകുന്ന ഹ്യുണ്ടൈ ക്രെറ്റ EVയുടെ സവിശേഷതകളും റേഞ്ചും പ്രതീക്ഷിക്കുന്ന വിലയുമെല്ലാം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിശദമായി പരിശോധിക്കാം. ഈ വർഷം ജനുവരിയിലായിരുന്നു ക്രെറ്റയുടെ ICE പതിപ്പ് മുഖമിലേക്ക് എത്തിയത്. വരാൻ പോകുന്ന ക്രെറ്റ EV ഡിസൈനിന്റെ കാര്യത്തിൽ ഇതുമായി ഏറെക്കുറെ സമാനതകൾ പുലർത്തും എന്നാണ് കരുതുന്നത്. എന്നിരുന്നാലും EV നിർദ്ദിഷ്ട മാറ്റങ്ങൾ ഉണ്ടാകും. ക്ലോസ്ഡ് ഗ്രിൽ, ലോഗോ, അതുപോലെ വ്യത്യസ്തമായ സ്റ്റിക്കർ വർക്കുകൾ എന്നിവ പ്രതീക്ഷിക്കാം. ക്രെറ്റ ICE പതിപ്പിന് സമാനമായ കണക്റ്റഡ് LED DRLകളും ഹെഡ്ലൈറ്റ് സെറ്റപ്പും ക്രെറ്റ EVക്ക് ലഭിക്കും എന്നാണ് കാറിന്റെ ടെസ്റ്റ് മ്യൂളുകൾ സൂചിപ്പിക്കുന്നത്. മധ്യഭാഗത്തായി ലൈറ്റ് ബാറുകളുള്ള റിയർ ഡിസൈനും ICE മോഡലിൽ നിന്ന് കടം കൊള്ളും. 17 ഇഞ്ച് വലിപ്പമുള്ള എയറോഡൈനാമിക് ഡിസൈനുള്ള അലോയ് വീലുകൾ ക്രെറ്റ EVയുടെ പ്രധാന ഡിസൈൻ ഘടകങ്ങളിൽ ഒന്നായിരിക്കും. അകത്തളത്തിൽ ഒരുക്കുന്ന സവിശേഷതകളുടെ കാര്യത്തിൽ ക്രെറ്റ EV അല്പം മുകളിൽ നിൽക്കും എന്നാണ് ഇതുവരെയും പുറത്തു വരുന്ന സ്പൈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ, 10.25 ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളർ, പാനറിക് സൺറൂഫ്, വയർലെസ് ഫോൺ ചാർജർ, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ തുടങ്ങിയവ സവിശേഷതകളായി ഇതിന് ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലും അയോണിക് 5 EVക്ക് സമാനമായ രീതിയിൽ വളയത്തിന് പിന്നിൽ ഡ്രൈവ് സെലക്ടറും നൽകുമെന്ന് കരുതപ്പെടാം. 6 എയർ ബാഗുകൾ, 360 ഡിഗ്രി ക്യാമറ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങി സേഫ്റ്റി ഫീച്ചറുകൾ കാറിൽ സജ്ജീകരിക്കും. ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ്, അതുപോലെ തന്നെ ലെയിൻ അസിസ്റ്റ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ തുടങ്ങിയ ചില അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റങ്ങൾ കാറിന്റെ സേഫ്റ്റി കിറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ബാറ്ററി പാക്കിനെയും ഇലക്ട്രിക് മോട്ടോറിനെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ ഹ്യുണ്ടൈ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും എതിരാളികളെ പോലെ ഒന്നിലധികം ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ ക്രെറ്റ EVയിൽ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സിംഗിൾ ഇലക്ട്രിക് മോട്ടോർ ആയിരിക്കും കാറിന് കരുത്ത് പകരുക. ഏകദേശം 400 കിലോമീറ്ററിലധികം റേഞ്ചുമായിട്ടായിരിക്കും ക്രെറ്റ EV എത്തുക. ഏകദേശം 20 ലക്ഷം രൂപ മുതലാണ് ഹ്യുണ്ടൈ ക്രെറ്റ EVയുടെ എക്സ് ഷോറൂം വില പ്രതീക്ഷിക്കുന്നത്.